അയത്തുള്ള അലി ഖമേനിയുടെ മകൻ മൊജ്തബെ ഖമേനിയെ ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇറാനിലെ ഉന്നത മതസമിതിയായ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തത്. ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമേനി രക്തസാക്ഷ്യം വരിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മൊജ്തബയെ തെരഞ്ഞെടുത്തത്. ഇറാൻ പ്രസിഡന്റും സൈന്യവും സുപ്രീം കൗൺസിലും 56-കാരനായ മൊജ്തബയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കെ മൊജ്തബയുടെ നേതൃത്വം അംഗീകരിക്കില്ലെന്ന് ആവർത്തിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. തങ്ങളുടെ അനുമതിയോ താൽപര്യമോ പരിഗണിക്കാതെയാണ് ഇറാൻ പുതിയ നേതാവിനെ തെരഞ്ഞെടുത്തതെന്നും അധികനാൾ വാഴിക്കില്ലെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇറാനിലെ ഭരണ സംവിധാനം തന്നെ ഇല്ലാതാക്കുമെന്നും ആവശ്യമെങ്കിൽ കരസേനയെ അയക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതിനിടെ പരമോന്നത നേതാവിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ ഇറാനിൽ വൻ ആക്രമണമാണ് ഇസ്രയേൽ അഴിച്ചുവിട്ടത്. ഡഹാന് സമീപമുള്ള ഇറാന്റെ നിർണായക എണ്ണപ്പാട ശേഖരം പൂർണ്ണമായും തകർത്തതായും ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. ഇസ്രയേലിന്റെ തുടർച്ചയായുള്ള ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ വലിയ തീഗോളം ഉയരുന്നതും ജനങ്ങൾ ഓടി രക്ഷപ്പെടുന്നതുമായ ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിക്കുകയാണ്. അമേരിക്ക ഈ നീക്കങ്ങളെ പിന്തുണയ്ക്കുകയും ഇറാൻ നേതൃത്വത്തിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നതിനാൽ മേഖലയിൽ യുദ്ധ സാഹചര്യം കൂടുതൽ രൂക്ഷമാവുകയാണ്. എന്നാൽ ഇസ്രയേൽ ഇറാന്റെ ഊർജ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ അയൽ രാജ്യങ്ങളിലെ എണ്ണ കമ്പനികൾ ആക്രമിക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. എണ്ണവില ബാരലിന് $200 മുകളിൽ പോകുന്നത് സഹിക്കാൻ കഴിയുമെങ്കിൽ ഈ കളി തുടരാമെന്ന് റവല്യൂഷണറി ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അയത്തുള്ള അലി ഖമേനി മാത്രമാണ് പരമോന്നത നേതാവിന്റെ കസേരയിൽ അധികനാൾ ഇരുന്നിട്ടുള്ളത്. ബാക്കി പ്രസിഡന്റുമാരും ഉന്നത സൈനിക മേധാവിമാരുമെല്ലാം ഒന്നൊന്നായി കൊല്ലപ്പെടുന്ന കാഴ്ചയായിരുന്നു. ഇവിടേക്കാണ് ഖമേനിയുടെ രണ്ടാമത്തെ മകനായ മൊജ്തബ അധികാര കസേരയിലെത്തിയത്. രാജ്യത്തെ ജനങ്ങൾ മൊജ്തബ ഖമേനിക്ക് പിന്നിൽ അണിനിരക്കണമെന്നും ദേശീയ ഐക്യം കാത്തു സൂക്ഷിക്കണമെന്നും അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ പൗരന്മാരോടും പ്രത്യേകിച്ച് സർവകലാശാലകളിലെയും സെമിനാറുകളിലെയും ബുദ്ധിജീവികളോടും പുതിയ നേതൃത്വത്തോട് കൂറു പുലർത്താൻ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യമനിലെ ഹൂതികളും ഈ നിയമനത്തെ സ്വാഗതം ചെയ്തു. സുപ്രധാനമായ ഈ ഘട്ടത്തിൽ മൊജ്തബ ഖമേനിയെ തെരഞ്ഞെടുത്തത് ഇസ്ലാമിക വിപ്ലവത്തിന്റെ വിജയമാണെന്നും ശത്രുക്കൾക്കേറ്റ കനത്ത തിരിച്ചടിയാണെന്നും ടെലഗ്രാമിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിൽ ഹൂതികൾ പറഞ്ഞു. ഇറാൻ വിപ്ലവം നടക്കുമ്പോൾ 10 വയസ്സായിരുന്നു മൊജ്തബയ്ക്ക് പ്രായം. മഹാബാദിൽ മതപഠന വിദ്യാർത്ഥിയായിരുന്നു അന്ന് മൊജ്തബ. ഏതാണ്ട് 30 വയസ്സ് വരെ ഇസ്ലാമിക് തിയോളജിയിൽ ഗഹനമായ പഠനം നടത്തി. പിന്നീട് ഗൂമിൽ പുരോഹിതനായി. 2009 വരെയും മൊജ്തബ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നില്ല. ആ വർഷം നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭ കാലത്താണ് മൊജ്തബയെ കുറിച്ച് പുറം ലോകം അറിയുന്നത്. നെജാദ് ആയിരുന്നു അക്കാലത്തെ പ്രസിഡന്റ്. നെജാദിന് മൊജ്തബയുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭം അടിച്ചമർത്താൻ മൊജ്തബയും പങ്കുചേർന്നുവെന്നാണ് കഥ. പ്രക്ഷോഭമില്ലായ്മ ചെയ്യാൻ IRGCയുടെ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ നേതൃത്വത്തെ മൊജ്തബ അണിയറയിൽ നയിച്ചുവെന്നും വാർത്തകൾ വന്നു. പിന്നീട് നെജാദ് തന്നെ മൊജ്തബയെ തള്ളിപ്പറഞ്ഞതും ഇരുവരും രണ്ടു പക്ഷത്തായതും മറ്റൊരു ചരിത്രം. 2019 US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തി. 2024 അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പുനഃസംഘടിപ്പിച്ചപ്പോൾ തന്നെ മൊജ്തബയായിരിക്കും ഖമേനിയുടെ പിൻഗാമിയെന്ന് പലരും എഴുതി. എന്നാൽ ജീവിച്ചിരിക്കെ ഒരിക്കൽ പോലും ഖമേനി തന്റെ പിൻഗാമി ആര് എന്ന് പറഞ്ഞിട്ടില്ല. കൊല്ലപ്പെട്ട മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ പേരും ഉയർന്നു കേട്ടു. 56-കാരനായ മൊജ്തബ ഖമേനിക്കൊപ്പമായിരുന്നു കുടുംബസമേതം താമസിച്ചിരുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ ആദ്യ മണിക്കൂറിൽ തന്നെ ഖമേനിയുടെ കൊട്ടാരത്തിൽ മിസൈൽ പതിച്ചു. ഖമേനിക്കൊപ്പം കൊല്ലപ്പെട്ടവരിൽ മൊജ്തബയുടെ ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. ഈ സമയം മൊജ്തബ കൊട്ടാരത്തിലില്ലായിരുന്നു. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടാണ് മൊജ്തബ ആ പദവിയിലെത്തുന്നത്. ഇത് പക്ഷേ ഇറാന്റെ ചരിത്രത്തിൽ പുതുമയുള്ള ഒരു കാര്യമല്ല. ഖമേനി തന്നെയും ഇത്തരത്തിൽ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നയാളാണ്. പ്രസിഡന്റ് പദവിയിലെത്തുന്നതിന് മാസങ്ങൾക്ക് മുൻപായിരുന്നു അത്. ടെഹ്റാനിലെ അബൂദർ മസ്ജിദിൽ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കെ പള്ളിയിൽ വൻ സ്ഫോടനമുണ്ടായി. അപകടത്തിൽ അദ്ദേഹത്തിന്റെ വലതു കൈക്ക് ക്ഷതമേറ്റു.
നിശ്ചലമായ കയ്യുമായാണ് ശിഷ്ടകാലം മുഴുവൻ അദ്ദേഹം ജീവിച്ചതും ഒരു ജനതയെ അതിജീവനത്തിന് പ്രാപ്തമാക്കിയതും. ആ ഖ്യാതിയിലേക്ക് മൊജ്തബയ്ക്ക് എത്താനാകുമോ എന്നതാണ് ചോദ്യം.